ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിന് തുടങ്ങാനിരിക്കെ അണിയറ രഹസ്യം പുറത്തു വന്നത് ടീം ഇന്ത്യക്ക് തലവേദനയായി. ടീം തെരഞ്ഞെടുപ്പിൽ മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറും ചീഫ് സെലക്ടർ അജിത് അഗാക്കറും കൊമ്പുകോർത്തതായി ദേശീയ മാധ്യമം പുറത്തുവിട്ട വാർത്ത ചൂടേറിയ ചർച്ചയായി. വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്ത്, മധ്യനിര ബാറ്റർ ശ്രേയസ് അയ്യർ എന്നിവരെ ടീമിലെടുത്തത് സംബന്ധിച്ചാണ് ഇരു ടീമുകളിലും രൂക്ഷമായ അഭിപ്രായ ഭിന്നതയുണ്ടായത്. അയ്യരെയും പന്തിനെയും ടീമിലെടുത്തതിൽ ഗംഭീറിന് താല്പര്യമുണ്ടായിരുന്നില്ല എന്നാണ് പുറത്തു വരുന്ന വിവരം. ചാമ്പ്യൻസ് ട്രോഫി ടീം പ്രഖ്യാപനത്തിൽ പന്തായിരിക്കും ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ എന്ന് അഗാക്കർ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിൽ പന്തിന് അവസരം ലഭിച്ചില്ല. KL രാഹുലാണ് വിക്കറ്റ് കീപ്പറുടെ റോളിലെത്തിയത്. ആദ്യ 2 കളികളിലും ബാറ്റിംഗിൽ ശോഭിച്ചെങ്കിലും മൂന്നാം മത്സരത്തിൽ രാഹുൽ തരക്കേടില്ലാതെ ബാറ്റ് ചെയ്തു. ചാമ്പ്യൻസ് ട്രോഫിയിലും വിക്കറ്റ് കീപ്പറായി രാഹുൽ ഇറങ്ങാനാണ് കൂടുതൽ സാധ്യത. പന്തിന് ഇടംകൈ ബാറ്റർ എന്ന ആനുകൂല്യം ഉണ്ടായിരുന്നു. ടോപ്പ് ഓർഡറിൽ ഇടംകൈ ബാറ്റർ ഇല്ലതാനും. എന്നാൽ അക്സർ പട്ടേലിനെ ബാറ്റിംഗ് ഓർഡറിൽ മുന്നോട്ട് കയറ്റി ഈ പ്രശ്നം പരിഹരിച്ചു. അക്സർ ബാറ്ററിൽ തിളങ്ങുകയും ചെയ്തു. ഗംഭീറിന് താല്പര്യമില്ലെങ്കിലും കിട്ടിയ അവസരം നന്നായി ഉപയോഗിച്ച ശ്രേയസ് അയ്യർ ടീമിന്റെ സ്ഥാനം ഉറപ്പിച്ചു. മൂന്നാം കളിയിൽ 2 അർദ്ധ സെഞ്ചുറി നേടിയ ശ്രേയസ് ആകെ 181 റൺസ് അടിച്ചുകൂട്ടി. ഇതോടെ ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡിൽ നിന്നും അയ്യരെ ഒഴിവാക്കാനില്ലെന്ന അവസ്ഥയിലായി. ഗംഭീർ പരിശീലകനായിരിക്കെ സെലക്ഷൻ കമ്മിറ്റിയുമായി ഭിന്നത നിലനിൽക്കുന്നുണ്ട്. ചാമ്പ്യൻസ് ട്രോഫി ടീമിലെ വൈസ് ക്യാപ്റ്റനായി ശുഭ്മാൻ ഗില്ലിനെ തിരഞ്ഞെടുത്തെങ്കിലും തർക്കമുണ്ടായിരുന്നു. അഗാർക്കറിന്റെ താല്പര്യമാണ് ഗില്ലിന് തുണയായതെന്നും വാർത്തകളിലുണ്ട്.